5 വർഷം മുമ്പുള്ള രാഷ്ട്രീയ സ്ഥിതിയല്ല ഇന്ന് കേരളത്തിലുള്ളത്. രാഷ്ട്രീയ സ്ഥിതിയിൽ വന്ന മാറ്റമാണ് ഏറ്റവും പ്രകടമായി ഞങ്ങൾ പരിശോധിക്കുന്നത്. മുമ്പ് പല സംഭവങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ട്, അതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. ഇപ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഏറ്റവും ഐക്യത്തിൽ പ്രവർത്തിക്കുന്ന 2 കക്ഷികളാണല്ലോ. ആ മുസ്ലിം ലീഗിനെ ഒരു കാലത്ത് കോൺഗ്രസ് ചത്ത കുതിര എന്ന് വിളിച്ചവരല്ലേ. ആ ചത്ത കുതിര എന്ന് വിശേഷിപ്പിച്ച മുസ്ലിം ലീഗുമായി പിന്നെ കോൺഗ്രസിന് ബന്ധമുണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. CH മുഹമ്മദ് കോയയെ സ്പീക്കറാക്കുന്നതിന് വേണ്ടി മുഹമ്മദ് കോയയോട് അന്ന് കോൺഗ്രസ് പറഞ്ഞ് നിങ്ങൾ തൊപ്പി ഊരണമെന്നാണ്. തൊപ്പി ഊരിച്ചിട്ടാണ് CH മുഹമ്മദ് കോയയെ അന്ന് സ്പീക്കറാക്കിയിട്ട് മാറ്റിയത്. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ മുൻകാലങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടതൊരു ഘട്ടമല്ല ഇത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി വന്ന മാറ്റം പരിശോധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ രാഷ്ട്രീയ നിലപാട് കൈക്കൊള്ളുന്നത്. അല്ല, ചൂട് അതുപോലെ തന്നെ നിൽക്കും. ആ സമരത്തിൻ്റെ ചൂടൊന്നും കുറക്കേണ്ട കാര്യമില്ല. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് എന്താണെന്ന് സംഭവിച്ചതെന്ന്. അപ്പം ജോസ് കെ മാണിക്ക് തന്നെ ആ കാര്യം തുറന്ന് പറയേണ്ടി വന്നല്ലോ, ആരാണ് ആ പ്രശ്നം ഉണ്ടാക്കിയതെന്നുള്ളത്. അവർക്കില്ലാത്ത ആക്ഷേപം നിങ്ങൾക്കാണോ ഇപ്പോൾ പ്രശ്നം? എന്താ ചോദിച്ച മനസ്സിലായി? അത് സംബന്ധിച്ച് കേസുണ്ടായി. ആ കേസ് തന്നെ ഇപ്പോൾ കോടതിയിൽ നിലനിൽക്കുന്നില്ല. അതിൽ പ്രതിയായ ആളിപ്പോൾ ജീവിച്ചിരിക്കുന്നുമില്ല. അപ്പോൾ ആ സംഭവം ഇപ്പോൾ ഒരു കോടതിയിലും ഒരു കേസായിട്ട് നിലനിൽക്കാത്തൊരു പ്രശ്നമാണത്. അല്ല, അത് നിങ്ങൾക്ക് പോയിട്ട് അവിടെ നിന്ന് പരിശോധിച്ചിട്ട് പറയുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ സംശയമുള്ള ആളുകൾ ആ വീട്ടിലേക്ക് നേരിട്ട് ചെല്ലുക, എന്നിട്ട് മിഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ ഞാനത് എന്താണെന്ന് പിന്നെ പരിശോധിക്കാം. വ്യക്തമാക്കുമ്പോഴും അങ്ങനെയെങ്കിൽ ബാർക്കോഴയ്ക്കെതിരെ നടത്തിയ സമരങ്ങൾ തെറ്റായിരുന്നു എന്നൊരു പുനർവിചിന്തനം പാർട്ടിക്കുണ്ടോ? അങ്ങനെയെങ്കിൽ KM മാണിയോട് ഈ മരണശേഷമെങ്കിലും പാർട്ടി മാപ്പ് പറയും? ഇതൊക്കെ അനവസരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളാണ്. ഉമ്മൻചാണ്ടിയുടെ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്. അത് ഉമ്മൻചാണ്ടി തന്നെ സ്വയം ചോദിച്ചാൽ മതി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കും എന്തിനായിരുന്നു KM മാണിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടിയല്ലേ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കേണ്ടത്? ആ എടുത്ത കേസ് തെറ്റായിപ്പോയി എന്ന് ഉമ്മൻചാണ്ടി എന്തുകൊണ്ട് പറയുന്നില്ല? ചെന്നിത്തലയല്ലേ അന്ന് ആഭ്യന്തരമന്ത്രി പറയട്ടെ അന്ന് KM മാണിക്കെതിരായിട്ടുള്ള കേസ് എടുത്ത തെറ്റായിരുന്നു എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടോ, ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടോ? അവർ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇപ്പം തിരിച്ച് എന്നോട് ചോദിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ആ കാര്യം വ്യക്തമാക്കിയത്. അത് സംബന്ധിച്ച് കേസുണ്ടായി. ആ കേസെടുക്കാൻ കോടതിയിൽ കേസുണ്ടായി. ആ കേസ് ഇപ്പം നിലനിൽക്കുന്നില്ല. ആ പ്രതി ഇപ്പം മരണപ്പെടുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക പ്രതിനെ? ഏത് രീതിയിൽ ഈ ജോസ് കെ മാണിയുടെ വരവ് ഇടതുമുന്നണി ഗുണം ചെയ്യും? അത്തരം കണക്കെന്തെങ്കിലും അത്ര കണക്കുണ്ടോ ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കൂടി? തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാണ് വിധിയെടുത്തത്. ആ ജനങ്ങളുടെ മുമ്പിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നത്. ഞങ്ങൾക്ക് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടികളില്ലാതെ അന്ന് LJDയും UDFൻ്റെ കൂടിയായിരുന്നു. ഇവരെല്ലാം കൂടി UDFൻ്റെ കൂടിയായിട്ടും ഞങ്ങൾക്ക് അന്ന് 91 സീറ്റ് ഇടതുപക്ഷ മുന്നണിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സീറ്റ് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇടതുപക്ഷ മുന്നണിക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് ഞങ്ങൾക്ക് എല്ലാം കൂടിയുള്ള സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കിട്ടും. UDFന് ഇന്നത്തെ സീറ്റ് എത്ര സീറ്റ് നിലനിർത്താൻ കഴിയും എന്ന കാര്യം നമ്മൾ പരിശോധിച്ചാൽ മതി. ജനങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഈ UDF വീണ്ടും ശിഥിലമാവുന്ന താങ്കൾ പ്രവാചക സ്വഭാവത്തോടെ എന്താണ് ധാരണ എന്ന കാര്യം ജോസ് കെ മാണിയുടെ ധാരണ എന്തെന്ന് ഞങ്ങളോട് വിശദീകരിക്കുമോ CPM? തീർച്ചയായിട്ടും വിശദീകരിക്കുമല്ലോ. ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊന്നും വിളിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ ഇടതുപക്ഷ മുന്നണി യോഗം ചേർന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വിശദീകരിക്കും. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ടായിരിക്കും രാഷ്ട്രീയമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത്.
ഇത് രഹസ്യമായിട്ട് നടത്തുന്ന ഒരു കച്ചവടമല്ല. ജനങ്ങൾക്കിടയിലേക്ക് പോയി ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തീരുമാനമാണ്. എന്താ ദീപു എന്താ ചോദിച്ചേ? രഹസ്യ ധാരണയുണ്ടോ? രഹസ്യമണിയുമായി ഞങ്ങൾക്ക് രഹസ്യ ധാരണയുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ രഹസ്യ പരിപാടിയില്ല. കാരണം രഹസ്യമൊന്നും ജനങ്ങളിൽ നിൽക്കില്ലല്ലോ. ഞങ്ങൾക്ക് ജനങ്ങളെയാണ് വിശ്വാസമുള്ളത്. അപ്പം ജനങ്ങൾക്കിടയിലേക്ക് പോകണമെങ്കിൽ രഹസ്യമായി ജനങ്ങളിലേക്ക് പോകാൻ സാധിക്കില്ല, പരസ്യമായിട്ടേ ജനങ്ങളിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ പരസ്യപ്പെടുത്തുന്നത് ജനങ്ങൾ അറിയണമെന്നത് കൊണ്ട് തന്നെയാണ്. ഞങ്ങൾ യാതൊരുവിധ രഹസ്യ പരിപാടിയും ഒരു പാർട്ടിയുമായിട്ടും ഇല്ല. കാരണം ഞാൻ നേരത്തെ ചോദിച്ചു സഖാവിന് കൃത്യമായ മറുപടി നൽകി. ഈ മാണി സി കാപ്പൻ UDF-മായി ചർച്ച നടത്തിയെന്ന് UDF-ന്റെ കൺവീനർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാണി സി കാപ്പൻ അപ്പുറത്ത് പോയി മത്സരിക്കുന്നു തോന്നുന്നുണ്ടോ? പാലാ സീറ്റ് ജോസ് മാണിക്ക് നൽകാനുള്ള സാധ്യതയുണ്ടോ? അത് UDF കൺവീനർ പറഞ്ഞത് ചർച്ച ചെയ്തു എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ പറയുന്നു എന്നുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല. അപ്പോൾ ആര് പറഞ്ഞാൽ ശരി, MM ഹസൻ പറഞ്ഞാണോ കളവ്, ചെന്നിത്തല പറയുന്നതാണോ കളവ്? അവർ തന്നെ ആദ്യം തർക്കം തീർക്കട്ടെ. ഒരാൾ പറയുന്നു ചർച്ച നടത്തിയെന്ന്, മറ്റൊരാൾ പറയുന്നു ചർച്ച നടത്തിയെന്ന്, യഥാർത്ഥ ആൾ പറയുന്നു ചർച്ച നടത്തിയിട്ടില്ല. ഇതിലാര് പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഏതായാലും NCP ഇടതുപക്ഷ മുന്നണിയുടെ ഘടകകക്ഷിയായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ NCP എന്നുള്ള നിലയിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യം ഇന്ന് NCP തന്നെ പരസ്യമായിട്ട് പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സീറ്റുകൾ ഇപ്പോൾ ഏത് സീറ്റാണെന്നുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചും തീരുമാനിച്ചിട്ടില്ല. CPM മത്സരിക്കുന്ന സീറ്റുകൾ ഏതാണ്? ഇന്ന് CPM-ന്റെ സെക്രട്ടറി അല്ലേ ഞാൻ. ഇപ്പം അടുത്ത തെരഞ്ഞെടുപ്പിലാണല്ലോ CPM മത്സരിക്കേണ്ട സീറ്റുകൾ ഏതൊക്കെയാണെന്ന് തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടുന്ന ചർച്ച നടത്തേണ്ട ഘട്ടത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു ചർച്ച അതിൻ്റെ ആവശ്യമില്ല. അത് അനവസരത്തിലുള്ള ചർച്ചയാണ്. ഒരു പാർട്ടി ജയിച്ച സീറ്റ് സ്വാഭാവികമായി അവർക്ക് തന്നെ അവകാശപ്പെട്ടതെന്നാണ് പറഞ്ഞെടുക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും കീഴടക്കം ഇടതുകൊണ്ടിട്ടുണ്ടോ? ഒരു പാർട്ടി ജയിച്ച സീറ്റിൽ അതേ പാർട്ടി തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിർബന്ധമുണ്ടോ? അതെല്ലാം എല്ലാ വശങ്ങളും ആലോചിച്ചുകൊണ്ടാണ് തീരുമാനമെടുക്കുക. സിറ്റിംഗ് സീറ്റ് മത്സരിച്ച് ജയിച്ച ആൾക്ക് തന്നെ കൊടുത്തിട്ടുമുണ്ട്, സിറ്റിംഗ് സീറ്റ് മാറ്റിയിട്ടുമുണ്ട്. മത്സരിച്ച ആളുകൾക്കെല്ലാം അതാത് സീറ്റിൽ തന്നെ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ CPM കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളെല്ലാം ഇപ്പോൾ പുതിയൊരു കക്ഷി വരുമ്പോൾ ഞങ്ങൾ ചിലത് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും. LJD കഴിഞ്ഞ തവണ നമ്മളെ കൂടെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ LJD ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്, അവർക്ക് സീറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. കേരള കോൺഗ്രസ് മാണിയുടെ പ്രശ്നം മാത്രമല്ല, ഇങ്ങനെയുള്ള വിവിധ കക്ഷികളുടെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്ത് രമ്യമായ തീരുമാനമെടുക്കും. ഒരു പൊട്ടിത്തെറിയും LDF-നകത്ത് ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കുഴഞ്ഞു പറഞ്ഞ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്നും കേരളത്തിൽ തുടരുന്നത്. അല്ല, LDF ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. ഞാൻ നേരത്തെ വ്യക്തമാക്കിയല്ലോ. ഇന്ത്യയിൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അദ്ദേഹം മലയാളി മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തയ്യാറായില്ല. അതായത് ഡിപ്ലോമാറ്റിക് ബാഗേജ് ഫൈസൽ ഫരീദിനെ എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. എന്താണ് അങ്ങേക്ക് ഇതിൽ പറയാനുള്ളത്? V. മുരളീധരൻ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ആണ് ഇന്ന് ഡൽഹിയിൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയത്. അദ്ദേഹം BJP-യുടെ ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ പരസ്യമായി കേരളത്തിനെതിരായിട്ട് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. യഥാർത്ഥത്തിൽ മുരളീധരൻ ആ മന്ത്രിസ്ഥാനം തുടരാൻ എന്താണ് അർഹത എന്നാണ് മുരളീധരൻ ആലോചിക്കേണ്ട കാര്യം. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് വന്നത് നയതന്ത്ര പാക്കേജിലല്ല എന്ന് പ്രചരിപ്പിച്ച ആളാണ് V. മുരളീധരൻ. എന്നാൽ പാർലമെൻറ്റിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു നയതന്ത്ര പാക്കേജിലാണ് സ്വർണം വന്നത്. ഇന്നലെ ഹൈക്കോടതിയിലുള്ള വിധിന്യായം കേന്ദ്രമന്ത്രി V. മുരളീധരൻ വായിച്ചു നോക്കണം. ആ ഇന്നലത്തെ NIA കോടതിയിലുള്ള വിധിന്യായം, NIA കോടതി 7 സ്ഥലത്താണ് ഈ കാര്യം പരാമർശിച്ചിട്ടുള്ളത്. NIA കോടതി പറയുന്നത് 7 സ്ഥലത്തും പറയുന്നത് നയതന്ത്ര പാക്കേജിലാണ് സ്വർണം വന്നത് എന്നാണ്. കേന്ദ്രമന്ത്രി മുരളീധരൻ പരസ്യമായി സ്വീകരിച്ച നിലപാടിനെ അദ്ദേഹത്തിൻ്റെ തന്നെ മന്ത്രിസഭയിലുള്ള ധനകാര്യമന്ത്രി പാർലമെൻറ്റിൽ തള്ളിക്കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെല്ലാം തന്നെ ഇത് നയതന്ത്ര പാക്കേജിലാണ് സ്വർണം വന്നത് എന്നുള്ള കാര്യം രേഖപ്പെടുത്തുകയും അത് NIA കോടതി ഇന്നലെ വിധിന്യായത്തിൽ പരാമർശിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ മുരളീധരൻ ആ സ്ഥാനം തുടരുന്നതിൽ എന്താണ് അർഹത? മുരളീധരനെക്കുറിച്ച് ഗൗരവതരമായ വേറെ ആരോപണവും വന്നു. അദ്ദേഹം പ്രോട്ടോകോൾ ലംഘിച്ചു, സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി, വിദേശത്ത് നടന്ന സമ്മേളനത്തിൽ അദ്ദേഹം ഒരു
മഹിളാ മോർച്ച ഒരു വനിതാ നേതാവിനെ അനധികൃതമായി പങ്കെടുപ്പിച്ചു തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെ വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മന്ത്രിയായി തുടരാനുള്ള അവകാശത്തിന് ചോദ്യം ചെയ്യപ്പെട്ടു. ആ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായി ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്. വിദേശകാര്യ വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം വ്യക്തമാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് അറ്റാഷയെ ചോദ്യം ചെയ്യാൻ അനുമതി കൊടുക്കാത്തത്? UAE അറ്റാഷെ ഇവിടെ ഉണ്ടായിട്ടുള്ള ആളെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? അവിടെ പിടിച്ച ആളെ ഇപ്പോൾ പിടിച്ചു എന്നാണല്ലോ NIA പറയുന്നത്. സ്വർണം അയച്ച ആളെ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അവരെന്തുകൊണ്ടാണ് ഇതുവരെയായും ഇന്ത്യയിലേക്ക് എത്തിക്കാൻ കഴിയാത്തത്? വിദേശകാര്യ വകുപ്പ് ഇടപെട്ടാലല്ലേ ഇന്ത്യയിലേക്ക് എത്തുള്ളൂ ആ പ്രതി. അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യുന്നതിൽ മുൻകൈയെടുക്കാത്ത മുരളീധരൻ തൻ്റെ സ്വന്തം പരാജയം മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യവുമായി ഇപ്പോൾ രംഗത്തിറങ്ങുകയും അതൊരു ദേശീയ ക്യാമ്പയിനായി മാറ്റാൻ വേണ്ടിയാണ് BJP ആസ്ഥാനത്ത് ഇത്തരമൊരു പത്രസമ്മേളനവുമായി അദ്ദേഹം ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രചരണം എന്നുള്ള നിലയിൽ നടത്തിയിട്ടുള്ള ഒരു പത്രസമ്മേളനമാണ്. ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ശ്രീനാരായണയെ സർക്കാർ വഞ്ചിച്ചു എന്ന തരത്തിൽ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ മുന്നോക്കക്കാരുടെ സംവരണം നടപ്പാക്കുന്നത് പിന്നോക്കക്കാരുടെ അവകാശങ്ങൾ കവർന്നെടുത്തിട്ടാണ് എന്നൊരു വിമർശനം കൂടി വെള്ളാപ്പള്ളി ഉന്നയിച്ചിട്ടുണ്ട്. അതിനോട് എങ്ങനെയാണ് CPM പ്രതികരിക്കുന്നത്? ശ്രീനാരായണ ഗുരു സർവകലാശാലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ നേരത്തെ ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഇവിടെ ചോദിച്ചതാണ്. അത് തന്നെ ആവർത്തിക്കേണ്ടുന്ന കാര്യമില്ല. അതെല്ലാം തന്നെ കേരളത്തിലെ സർവകലാശാലകളിലെല്ലാം കഴിവുള്ള ആളുകളെയാണ് ഗവൺമെൻറ് നിശ്ചയിക്കുന്നത്. UDF ഗവൺമെൻറ് കാലത്താണ് ജാതിയും മതവും നോക്കി ഓരോ സ്ഥാനത്തേക്ക് ആളെ നിശ്ചയിച്ചിരുന്നത്. ഇന്ന ജില്ലയിലെ SP ആരായിരിക്കണം, ഏത് മതത്തിൽപ്പെട്ടവനായിരിക്കണം, ഇന്നലെ ജില്ലയിലെ കലക്ടർ ആരായിരിക്കണം, ഇന്ന യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്ത് ഏത് മതത്തിൻ്റെ ആൾ വരണം, ഏത് ജാതിയുടെ ആൾ വരണം, അതൊക്കെ UDFൻ്റെ കാലത്ത് ഉള്ള കേരളത്തിലെ പതിവായിരുന്നു. ഇടതുപക്ഷ മുന്നണി അങ്ങനെ ജാതിയും മതവും നോക്കിയിട്ടല്ല ഇത്തരത്തിലുള്ള സ്ഥാനത്തേക്കുള്ള ആളുകളെയൊക്കെ തന്നെ നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ശ്രീനാരായണ ഗുരു സർവകലാശാലയുടെ കാര്യത്തിലും ഗവൺമെൻറ് എടുത്തിരിക്കുന്ന സമീപനം. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെൻറ് സ്ഥാപിച്ച ഒരു പ്രതിമ പോലും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ് തലസ്ഥാന നഗരിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തു. ഇനി ചട്ടമ്പി സ്വാമിയുടെ പ്രതിമയും ഗവൺമെൻറ് സ്ഥാപിക്കാൻ പോകുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും കാണാതെ ഈ വിമർശനം നടത്തുന്നതിൽ എന്താണ് വസ്തുത എന്ന് അവർ തന്നെയാണ് സ്വയം പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് കാര്യങ്ങൾ പരിശോധിച്ച് അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ഏതൊരു ശ്രീനാരായണനും ഗവൺമെൻറ് നിലപാടിന് അനുകൂലമായിട്ട് മാത്രമേ ചിന്തിക്കൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെള്ളാപ്പള്ളിയുടെ വിമർശനം പ്രധാനമായും ഉന്നത വിദ്യാഭ്യാസ കേട്ടുകേൾവിനെതിരെയാണ്. അദ്ദേഹം വർഗീയമായി ചിന്തിക്കുന്നു. ഈ മന്ത്രിസഭയിൽ ഇടതുപക്ഷം CPM നയിക്കുന്ന മന്ത്രിസഭയാണെങ്കിൽ പോലും ഏറ്റവും വർഗീയമായാണ് ജലീൽ പെരുമാറുന്നത്. അദ്ദേഹം തുടക്കം തൊട്ട് അത്തരം സമീപനം സ്വീകരിക്കുന്നു. ഈ വിഷയത്തിലും ജലീലിന്റെ പിടിവാശിയാണ്, അദ്ദേഹത്തിന്റെ സമുദായത്തിലുള്ള ആളെ നിയമിക്കുന്ന പിടിവാശിയാണ് ഈ നിയമനത്തെ പിന്നിലെന്നാണ് വെള്ളാപ്പള്ളിയുടെ ആരോപണം. അസംബന്ധമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ. അത്തരത്തിലുള്ളൊരു പരാമർശം അദ്ദേഹത്തിന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത് എന്ന് സിദ്ധിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തി ശരിയാണോ എന്ന് അവർ ആലോചിക്കണം.